Hi all, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 ആൾജിബ്രയിലെ MCQ ആണ്. സോ കീ ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, സോൾവ് ക്വസ്റ്റ്യൻസ്. സോ ലെറ്റ് us start. First question. Fourth term of a GP is 8 and 10th term is 27. Then its sixth term is. അതായത് ഒരു ജോമെട്രിക് പ്രോഗ്രഷനിൽ ഫോർത്ത് ടേം 8ഉം 10th ടേം 27 തന്നിട്ടുണ്ട്. സിക്സ്ത് ടേം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A12, B14, C16, D18. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 12 ആണ് ആൻസർ. നോക്കാം. ഒരു ജോമെട്രിക് പ്രോഗ്രഷനിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുലയാണ് Tn. nth ടേം is equal to A into R raised to n minus 1. സോ നമുക്ക് A into R raised to നമുക്ക് ഏത് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്? സിക്സ്ത് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പക്ഷേ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? ഫോർത്ത് ടേം 8ഉം 10th ടേം 27 തന്നിട്ടുണ്ട്. സോ ആ രണ്ട് ഡാറ്റ യൂസ് ചെയ്യാം. അതായത് ഫോർത്ത് ടേം T4 is equal to A into R raised to 4 minus 1, that is A into R raised to 3 is equal to 8 എന്ന് തന്നിട്ടുണ്ട്. അത് ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് അതേപോലെ 10th ടേം 27 ആണ്. സോ T10 is equal to A into R raised to 10 minus 1, that is 9 is equal to 27 തന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ R raised to 9 divided by R raised to 3 എന്ത് കിട്ടും? R raised to 6 കിട്ടും അല്ലേ? is equal to 27 divided by 8. സോ ഈ R raised to 6 നമുക്ക് R square whole raised to 3 എന്ന് എഴുതി കൂടെ? 2 into 3 അല്ലേ? R raised to m raised to n, R raised to m into n അല്ലേ? സോ R raised to 2 raised to 3 എന്ന് എഴുതാം. is equal to അതേപോലെ തന്നെ R chesൽ 27 എന്ന് പറയുന്നത് 3 ക്യൂബ് ആണ്, 8 എന്ന് പറയുന്നത് 2 ക്യൂബ് ആണ്. സോ 3 divided by 2 whole cube എന്ന് എഴുതി കൂടെ 27 by 8ന്. നെക്സ്റ്റ് നമുക്ക് R square raised to 3 is equal to 3 by 2 whole raised to 3. സോ ഇവിടെ പവേഴ്സ് സെയിം ആണ് അല്ലെ? ദാറ്റ് മീൻസ് ബേസ് ക്യാൻ ബി ഇക്വേറ്റഡ്. അതായത് LHSലും RHSലും ബേസസ് ഇക്വേറ്റ് ചെയ്യാം. R square is equal to 3 by 2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സിക്സ്ത് ടേം ആണ്, ദാറ്റ് is T raised to 6, അതായത് A into R raised to 5. ഇനി R raised to 5നെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. R raised to 3 into R raised to 2. അപ്പോൾ നമുക്കറിയാം AR raised to 3 എന്ന് പറയുന്നത് നമുക്ക് 8 എന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AR raised to 3നെ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇൻറ്റു R square. R square എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പ്രീവിയസ്ലി കിട്ടി 3 by 2. സോ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8 into 3 by 2 is equal to 12 ആണ് ആൻസർ. Second question. Find the sum of the sequence 7, 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 etc. to n terms. ഓക്കെ, 7 എന്ന് പറയുന്ന ഡിജിറ്റ് ഓരോ പ്ലേസിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ് ടു n ടേംസ് ആണ് സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 7 by 9 into 10 into 10 raised to n minus 1 by 9 minus n. B 7 by 9 into 10 into 10 raised to n plus 1 by 9 minus n. C 10 raised to n minus 1 by 9. D none of these. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. സോ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് S equal നമുക്ക് സം അപ് ടു n ടേംസ് കണ്ടുപിടിക്കണം. ലെറ്റ് ദാറ്റ് ബി S. ഓക്കെ, അതായത് തന്നിരിക്കുന്ന ടേംസിന്റെ സം ആയിട്ട് എഴുതാം അപ് ടു n ടേംസ്. ഇതിൽ കോമൺ ഫാക്ടർ 7 അല്ലേ? അപ്പോൾ 7 ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിൽ എന്ത് വരും? 1 plus 11 plus 111 plus etc. അപ് ടു എത്ര ടേംസ് ഉണ്ട്? n ടേംസ് ഉണ്ട്. ഇനി നമ്മൾ ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്യാണ്. ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 9 ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ചേഞ്ച് വരില്ലല്ലോ. സോ ഡിവൈഡഡ് ബൈ 9 ചെയ്യാം. ഈ ഓരോ ടേംസിനെ ഇൻറ്റു 9 ചെയ്യുമ്പോൾ ഈ 1 എന്നുള്ളത് 9 ആവും, 11 99 ആവും, എക്സെട്ര അപ് ടു n ടേംസ്. ലാസ്റ്റ് 7 divided by 9 into 9 എങ്ങനെ എഴുതാം? 10 minus 1 എഴുതാം. അതുപോലെ 99നെ 100 minus 1, 999നെ 1000 minus 1, etc. up to n terms. ഇനി again ഈ 10 ടേംസിലെ 10 plus 100 plus 1000 ആ ടേംസിനെ ഗ്രൂപ്പ് ചെയ്യാം. അത് എത്ര ടേംസ് ഉണ്ടാവും? അതും n ടേംസ് ഉണ്ടാവും. ഇനി മൈനസ് ഓഫ്, അതായത് ഈ -1 -1 -1 എക്സെട്ര, ദാറ്റ് മീൻസ് മൈനസ് ഓഫ് ബ്രാക്കറ്റിൽ എന്ത് വരും? അങ്ങനെ -1 n ടേംസ് ഉണ്ടാവും. സോ മൈനസ് ഓഫ് 1 plus 1 plus എക്സെട്ര അപ് ടു n ടേംസ്. ക്ലിയർ ആയല്ലോ? ഇതേപോലെ ഈ 10ഉം 100ഉം 1000ഉം അതും ഇതേപോലെ n ടേംസ് വരെ ഉണ്ടാവും. സോ അങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. ഇനി 7 by 9 ഇൻറ്റു ബ്രാക്കറ്റിൽ ഇവിടെ അഗെയിൻ 10, അതായത് ഈ 10 plus 100 plus 1000 ഈ ഒരു സീരീസ് കണ്ടിട്ട് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ടേംസ്, ജോമെട്രിക് സീരീസ് ആണതല്ലേ? കാരണം എന്താ? ഇതിന്റെ കോമൺ റേഷ്യോ എന്താ? ഇപ്പൊ നമുക്ക് സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്യാം. 100 divided by 10 ചെയ്ത് എന്ത് കിട്ടും? 10 കിട്ടും.
1000 divided by 100 ചെയ്താൽ എന്ത് കിട്ടും? 10 കിട്ടും. ദാറ്റ് മീൻസ് ഒരു കോമൺ റേഷ്യോ ഉണ്ട് അല്ലെ. നെക്സ്റ്റ് ടേം കിട്ടാം, പ്രീവിയസ് ടേം ഇൻറ്റു ആർ ചെയ്യാം, അല്ലെങ്കിൽ ഓക്കെ, അതായത് നമുക്ക് ആ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നെക്സ്റ്റ് ടേംസ് കിട്ടുന്നത്. സോ അതിനെ നമുക്ക് ജോമെട്രിക് സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ജോമെട്രിക് സീരീസിൽ സം അപ് ടു n ടേംസ് എന്ന് പറയുന്നത് a into r raised to n minus 1 by r minus 1. That is a into r raised to n minus 1 divided by r minus 1. Okay, clear ആയല്ലോ. സോ നമുക്കറിയാം a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഓക്കെ, ദാറ്റ് ഇസ് 10. ഇനി r എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ 100 by 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും അല്ലേ. അതേപോലെ തന്നെ 1000 by 100 ചെയ്താൽ 10 കിട്ടും. ദാറ്റ് മീൻസ് 10 ആണ് r എന്ന് പറയുന്നത്. അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? a എന്ന് പറയുന്നത് 10 ആണ്, r ഉം 10 ആണ്. സോ 10 into 10 raised to n minus 1 divided by 10 minus 1. ഇനി മൈനസ് ഓഫ് ഈ 1 plus 1 plus etc n ടേംസ് എന്ന് പറഞ്ഞാൽ n times 1 ഉണ്ട് അല്ലേ. സോ ഈ മൈനസ് അങ്ങനെ തന്നെ എഴുതി. സോ മൈനസ് n ദിസ് ഈക്വൽ ടു 7 divided by 9 into ഈ 10 minus 1 എന്താ? 9 ആണ്. സോ 10 into 10 raised to n minus 1 divided by 9 minus n. Next question. Find 3 arithmetic means between 2 and 14. അപ്പോൾ നമുക്ക് 2 and 14 ബിറ്റ്വീൻ ആയിട്ടുള്ള 3 arithmetic means കാണാം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 3 6 13, B 5 8 11, C 5 10 15, D 3 7 9. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് നമുക്കിപ്പോൾ രണ്ട് നമ്പേഴ്സ് വന്നിട്ട് 2 ഉം 14 ഉം. ഓക്കെ, ഇനി 3 arithmetic means ഇടയിൽ ഇൻസേർട്ട് ചെയ്യണം. സോ ദാറ്റ് മീൻസ് A1 ഫസ്റ്റ് ടേം 2 ഉം A5 ഫിഫ്ത്ത് ടേം എന്താ? 14 ആണ്. ഇതിൻ്റെ ഇടയിലാണ് 3 ടേംസ് വേറെ ഉള്ളത്, A2 A3 A4. ഇനി n എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ആണ്, ദാറ്റ് ഇസ് 5 അല്ലെ. ടോട്ടൽ 5 ടേംസ് ഉണ്ട്. ഇനി d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. an nth ടേമിന്റെ ഫോർമുല എന്താ? അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ a plus n minus 1 into d. സോ a5 എന്ന് പറയുന്നത് എന്താ? a plus 5 minus 1 into d. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാരണം a5 എന്ന് പറഞ്ഞാൽ 14 ആണ് നമുക്കറിയാം. 14 is equal to a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ദാറ്റ് ഇസ് 2 പ്ലസ് ഇതേപോലെ 4, 5 minus 1 4 ആണ്, 4 into d. അപ്പോൾ 12 is equal to 4d കിട്ടും. അതിൽ നിന്ന് d is equal to 3 കിട്ടും. സോ നമുക്ക് ഇതേപോലെ 3 ടേംസ് ഇൻസേർട്ട് ചെയ്യണം. അതും കോമൺ ഡിഫറൻസ് എന്താ? 3 ആണ്. സോ 2 plus 3 5, 5 plus 3 8, 8 plus 3 11, 11 plus 3 14 and it goes on. Next question. How many different 9-digit numbers can be formed from the numbers 2 2 3 3 5 5 8 8 8 by rearranging its digits so that the odd digits occupy even positions? അപ്പോൾ നമുക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് എത്ര 9-digit നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താ? ഓഡ് ഡിജിറ്റ്സ് മസ്റ്റ് ഓക്യുപ്പൈ ഈവൻ പൊസിഷൻസ്. ഓക്കെ, ഓപ്ഷൻസ് A 16, B 36, C 60, D 180. കറക്റ്റ് ആൻസർ ഓപ്ഷൻ C 60 ആണ്. അതായത് ഇപ്പോൾ ജസ്റ്റ് 9 ഡിജിറ്റ് അല്ലേ, സോ നമ്മൾ ഈവൻ പൊസിഷൻസ് ബ്ലാങ്ക് ആയിട്ട് വിടുക. ഓക്കെ, ബാക്കി ഓഡ് പൊസിഷൻസിൽ നമ്മൾ ജസ്റ്റ് എക്സ് എന്നുള്ളത് ഇവിടെ കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, അൺനോൺ ഡിജിറ്റ്. അപ്പോൾ എക്സ് ഡാഷ് എക്സ് ഡാഷ് എക്സ് ഡാഷ് എക്സ് ഡാഷ് എക്സ്. ഓക്കെ, അപ്പോൾ ഈവൻ പൊസിഷൻസിൽ നമ്മുടെ അടുത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓഡ് ഡിജിറ്റ്സ് ആണ് ഈവൻ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന നമ്പറിൽ എത്ര ഓഡ് ഡിജിറ്റ്സ് ഉണ്ട്? 3 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട്, അതുപോലെ 2 5 ഉണ്ട്. അപ്പോൾ 3 3 5 5 ഈ ഡിജിറ്റ്സ് നമ്മൾ ഈ പറഞ്ഞ ഡാഷ് ഇട്ട പ്ലേസസിലാണ് ഫിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഇനി ചെയ്യേണ്ടത്, ഇത് ശരിക്കും പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ആണ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. അപ്പോൾ നമുക്കറിയാം അത് പെർമ്യൂട്ടേഷനിൽ വരുന്നതാണ് അല്ലെ. സോ നമ്പർ ഓഫ് വേസ്, ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഓഡ് ഡിജിറ്റ്സ് 3 3 5 5 ഇതിന് നമുക്ക് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 4. അപ്പോൾ 4 ഫാക്ടോറിയൽ ആണ് ന്യൂമറേറ്ററിൽ വരിക, കാരണം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഓഡ് നമ്പേഴ്സ് 1 2 3 4 4 ആണ്. സോ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡിജിറ്റ്സ് ഏതെങ്കിലും റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര തവണ അതെന്നുള്ളത് നമ്മളിവിടെ ഫാക്ടോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇപ്പോൾ 3 എന്നുള്ളത് ട്വൈസ് വന്നു, അതേപോലെ 5 ട്വൈസ് വന്നു. സോ അത്രയും ഫാക്ടോറിയൽ നമ്മൾ താഴെ മൾട്ടിപ്ലൈഡ് ഫോം പ്രോഡക്റ്റ് ഫോമിൽ മെൻഷൻ ചെയ്യാം. So 4 factorial divided by 2 factorial into 2 factorial. This is 6. അപ്പോൾ 6 number of ways നമുക്ക് ഈ അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ബാക്കി ഇപ്പോൾ നമുക്ക് 5, അതായത് 4 ഡിജിറ്റ്സ് നമ്മൾ ഫിൽ ചെയ്തു. ഇനി ബാക്കി എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 9ൽ 5 ആണ്. അപ്പോൾ ബാക്കി 5 ഡിജിറ്റ്സ് ഏതൊക്കെയാണ്?
2, 2, 8, 8, 8. അല്ലേ? This can be arranged in X. ഇപ്പോൾ ഇവിടെ നമ്മൾ X മെൻഷൻ ചെയ്തിട്ടില്ലേ? അല്ലേ? ആ Xൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇതേപോലെ ടോട്ടൽ നമ്പർ നോക്കുക. അതായത് 1, 2, 3, 4, 5. അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ. ഇനി ശ്രദ്ധിക്കേണ്ടത് 2 റിപ്പീറ്റഡ് ആയി വന്നിട്ടുണ്ട് 2 ടൈംസ്. അപ്പോൾ 2 ഫാക്ടോറിയൽ. ഇനി 8 3 ടൈംസ് വന്നിട്ടുണ്ട്. സോ 3 ഫാക്ടോറിയൽ. അപ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിനോമിനേറ്ററിൽ. സോ ഇതിന്റെ ആൻസർ 10 വേസ് ആണ്. ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് കാണാം. ഇത് ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ഇനി ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്താ വരിക? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. സോ 6 into 10 60 വേസിൽ നമുക്കിത് അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In how many ways can 5 children be arranged in a line such that 2 particular children of them are always together, 2 particular children of them are never together? Options തന്നിട്ടുണ്ട്. A 47 73, B 48 74, C 48 72, D 49 72. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 48ഉം 72. അതായത് ഓൾവേസ് ടുഗെദർ 48ഉം നെവർ ടുഗെദർ 72. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. ഇപ്പോൾ സപ്പോസ് 5 ചിൽഡ്രൻ ഉണ്ട് പറഞ്ഞു അല്ലേ? അപ്പോൾ ലെറ്റ് ഇറ്റ് ബി A, B, C, D, E. ഓക്കെ, അതിൽ 2 പർട്ടിക്കുലർ ചിൽഡ്രൻ, അത് എയും ബിയും നമുക്ക് കൺസിഡർ ചെയ്യാം. അത് ഓൾവേസ് ടുഗെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി എത്ര വേസ് ഉണ്ട്? 1, 2, 3, 4. ബാക്കി എത്ര പേരുണ്ട്? അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 1, 2, 3, 4. സോ 4 ഫാക്ടോറിയൽ, അതായത് 24 വേസ് നമുക്ക് ഇവിടെ അറേഞ്ച്മെന്റ് ചെയ്യാം. ഓക്കെ, ഇനി അത് മാത്രമല്ല ഈ എ ആൻഡ് ബി, അത് 2 ചിൽഡ്രൻ ആണല്ലോ, അവരെ നമുക്ക് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം അല്ലെ? ഒന്നെങ്കിൽ എ ബി അല്ലെങ്കിൽ ബി എ, നേരെ റിവേഴ്സ്. സോ ദാറ്റ് മീൻസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഈ 24. അപ്പോൾ 24 into 2, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് വേർ the 2 particular children are always together. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് they are never together ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ 5 പേരും ഡിഫറെൻ്റ് ആയിട്ട്, ഇപ്പോൾ സപ്പോസ് എ ബി സി ഡി ഇ നെവർ ടുഗെദർ അല്ല, അപ്പോൾ നമ്മൾ എല്ലാവരെയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് 5. ഇപ്പോൾ 5 ഫാക്ടോറിയൽ, അതായത് 120 ആണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് നെവർ ടുഗെദറിന്റെ കേസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ ഈ കണ്ടുപിടിച്ച ടോട്ടൽ ഇല്ലേ, അത് മൈനസ് നമ്മളിപ്പോൾ നേരത്തെ ഓൾവേസ് ടുഗെദറിന്റെ കേസിൽ വാല്യൂ കണ്ടുപിടിച്ചില്ലേ, അതായത് എയും ബിയും ഓൾവേസ് ടുഗെദർ ആയിട്ടുള്ള കേസ്, അത് 48 ആണ്. അപ്പോൾ 120 ടോട്ടൽ നമ്പർ ഓഫ് വേസ് മൈനസ് ദേ ആർ ഓൾവേസ് ടുഗെദർ നമ്പർ ഓഫ് വേസ് എത്ര? 48. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 72 കിട്ടില്ലേ? ഈ 72 ആണ് എന്ത്? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ദ 2 ചിൽഡ്രൻ ക്യാൻ നെവർ ബി ടുഗെദർ. Next question. The number of ways of distributing 52 cards among 4 players so that 3 players have 17 cards each and the 4th player has just 1 card. അതായത് നമുക്ക് 52 കാർഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. among 4 players, 4 players ഉണ്ട്. അതിൽ 3 പ്ലെയേഴ്സിന് 17 കാർഡ്സ് ഓരോരുത്തർക്കും, അതുപോലെ 4th പ്ലെയറിന് ഹാസ് ജസ്റ്റ് 1 കാർഡ്. അപ്പോൾ അതിന്റെ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 52 ഫാക്ടോറിയൽ ബൈ 17 ഫാക്ടോറിയൽ ഹോൾ ക്യൂബ്, ബി 52 ഫാക്ടോറിയൽ, സി 52 ഫാക്ടോറിയൽ ബൈ 17 ഫാക്ടോറിയൽ, ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അതായത് നമുക്ക് 52 കാർഡ്സിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 4 പ്ലെയേഴ്സ് ഉണ്ട് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 52 കാർഡ്സ് ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ 52 ആണ്. അപ്പോൾ NCR, അതായത് നമ്മൾ ഈ N നമ്മുടെ ടോട്ടൽ നമ്പർ 52, അതിൽ സി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കോമ്പിനേഷൻസ് ചെയ്യില്ലേ അല്ലെ? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നമുക്കിപ്പോൾ മെയിൻ ആയിട്ട് പെർമ്യൂട്ടേഷനിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെസിഫിക് അറേഞ്ച്മെന്റ് ആണ് അല്ലെ? പെർട്ടിക്കുലർ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. പക്ഷെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഓർഡർ ഒന്നും നമുക്ക് കൺസേൺ അല്ല. സോ ഹിയർ ഇതേപോലെ നമ്മൾ കോമ്പിനേഷൻസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ NCR എന്ന് പറയുമ്പോൾ N ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ്. അപ്പോൾ ആദ്യം 52 കാർഡ്സ് ഉണ്ടല്ലോ, അതിൽ ഒരു പ്ലെയറിന് 17 എടുക്കണം. അപ്പോൾ 17 ഒബ്ജക്ട്സ് നമ്മൾ അറ്റ് എ ടൈം എടുക്കേണ്ടത്. സോ 52 C 17 ഇനി ഇൻറ്റു, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ആൻഡ് ആണല്ലോ, കാരണം ഓരോരുത്തർക്കും അറ്റ് എ ടൈം കൊടുക്കണമല്ലോ. സോ ഇൻറ്റു അടുത്തത് ഈ 52ന്ന് 17 പോയി എത്ര വരും? 35. അപ്പോൾ ഇനി നമുക്ക് 35 ഉള്ളൂ. അതിൽ നിന്ന് നമ്മൾ 17 ആണ് എടുക്കാൻ പോകുന്നത്, അടുത്ത പ്ലെയറിന് കൊടുക്കാം. സോ 35 C 17 ഇൻറ്റു അടുത്തത് 35 മൈനസ് 17 എന്താ? 18 ആണ്. 18 C അഗെയിൻ തേർഡ് പ്ലെയറിന് 17 ആണ്. അപ്പോൾ 18 C 17 ഇൻറ്റു ബാക്കി 18 മൈനസ് 17 എന്താ? 1 C. ഇനി അതിൽ നിന്ന് 1 തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യണം, ഫോർത്ത് പ്ലെയർ.
സോ ഇങ്ങനെയാണ് നമ്പർ ഓഫ് വേസ് വരിക, വേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് നമ്മൾ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക ഓരോന്നും. 52 ഫാക്ടോറിയൽ, അതായത് എൻ സി ആർ എന്ന് പറയുന്നത് എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, അതുപോലെ ഓരോന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നോക്കിയാൽ അറിയാം. ഈ 17 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ ഇത്, കാരണം നമുക്ക് ഓപ്ഷനിൽ ഓൾറെഡി അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. 52 ഫാക്ടോറിയൽ ബൈ 17 ഫാക്ടോറിയൽ ഹോൾ ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The value of 14C1 plus 14C3 plus etc. up to 14C11 is options A 2 raised to 14 minus 1, B 2 raised to 14 minus 14, C 2 raised to 12, D 2 raised to 13 minus 14. Correct answer option D ആണ് 2 raised to 13 minus 14. So ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു എക്സ്പ്രഷൻ എഴുതാൻ പോകണം. അതായത് ഇത് ബൈനോമിയൽ തിയറത്തിൽ നമ്മളൊരു എക്സ്പ്രഷൻ എഴുതാൻ പോകണം. NC1 പ്ലസ് NC3 പ്ലസ് എക്സെട്ര അപ് ടു, ഇപ്പം ഇവിടെ C11 ആണ് തന്നിരിക്കുന്നത്. നമ്മൾ C13 വരെയുള്ള ടേം എഴുതാൻ പോകണം. ദാറ്റ് ഈസ് 14ന്റെ ജസ്റ്റ് പ്രീവിയസ് ഓർഡർ, അതായത് 13. സോ 14C13 വരെ എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 raised to n minus 1, അതായത് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ NC2 അല്ല, സോറി NC3 പ്ലസ് NC5 അങ്ങനെ ഓഡ് നമ്പേഴ്സ് വരുന്നത്, മനസ്സിലായോ? 1 3 5 എക്സെട്ര പ്ലസ് എക്സെട്ര. ഇതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും 2 raised to n minus 1. ഓക്കെ, ക്ലിയർ ആയില്ലോ? സോ ഇവിടെ അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ എഴുതിയത് 14C1 പ്ലസ് 14C3, അതായത് 1 3 ഇവിടെ 5 വരും, 7 അങ്ങനെ 9 എക്സെട്ര അപ് ടു 14C13 വരെ എഴുതി. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 raised to n minus 1. n എന്ന് പറയുന്നത് 14 ആണ് നമുക്കറിയാം. സോ 2 raised to 14 minus 1, ദാറ്റ് ഈസ് 2 raised to 13. സോ അഗെയിൻ ഇത് LHSലെ സെയിം എക്സ്പ്രഷൻ തന്നെ. ദിസ് ഈക്വൽ ടു 2 raised to 13. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിനെ നമ്മൾ ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യണം. നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് C11 വരെയാണ്. സോ LHSൽ അത് മാത്രം എഴുതാം. ബാക്കി C13ന്റെ ടേം നമ്മൾ RHSൽ കൊണ്ടുപോകാം. സോ 2 raised to 13 മൈനസ് 14C13. ഇപ്പോൾ 2 raised to 13 മൈനസ് ഇതേപോലെ 14C13 എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താ? 14 ആണ് വരിക. ഈ നമ്പർ തന്നെ വരും. അതായത് ഇവിടെ 14ഉം 14ന് ജസ്റ്റ് പ്രീവിയസ് നമ്പറാണ് 13 അല്ലേ? സോ വേറെ ഏത് നമ്പർ വന്നാലും സപ്പോസ് 12C11 അങ്ങനെ വന്നാലും സോ നമ്മൾ 14C13ന്റെ വാല്യൂ എന്താണ്? 14 ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സോ 2 raised to 13 minus 14 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The middle term in the expansion of 1 plus x whole raised to 2n is 1 plus x എന്ന് പറയുന്നത് raised to 2n ബൈനോമിയൽ എക്സ്പാൻഷനിലെ മിഡിൽ ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. A 2n cn, B 2n cn plus 1 x raised to n plus 1, C 2n cn minus 1 x raised to n minus 1, D 1 into 3 into etc. 2n minus 1 divided by n factorial into 2 raised to n by x raised to n. ഇതിൽ കറക്റ്റ് ആൻസർ ലാസ്റ്റ് വൺ ആണ്, ഓപ്ഷൻ ഡി. ഇതിൽ എക്സ്പാൻഷനിൽ നമുക്ക് ആദ്യം തന്നെ മിഡിൽ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സോ ആ എക്സ്പാൻഷനിലെ പവർ എന്താ? 2n. ദാറ്റ് മീൻസ് എത്ര ടേംസ് ഉണ്ടാവും ടോട്ടൽ? 2n plus 1. പവർ പ്ലസ് 1 അത്രയും ടേംസ് ആണ് ആ എക്സ്പാൻഷനിൽ ഉണ്ടാവുക. അപ്പോൾ മിഡിൽ ടേം എന്തായിരിക്കും? ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസിൽ അത് പ്ലസ് 1 ഡിവൈഡ് ബൈ 2, അതായത് 2n plus 2 by 2. ഇവിടെ 2 കോമൺ ആണ്, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്താൽ n plus 1 കിട്ടും. അപ്പോൾ നമുക്ക് n plus 1th ടേം ആണ് മിഡിൽ ടേം എന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് Tn plus 1 equal to 2n cn into x raised to n. ഇത് എങ്ങനെയാണ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ടേം ഓഫ് a plus b whole raised to n എന്താ? Tr plus 1 is equal to NCr a raised to n minus r b raised to r ആണ്. അപ്പോൾ നമ്മുടെ കേസിൽ n എന്ന് പറയുന്നത് ഇവിടെ ജനറൽ ടേമിൽ നമ്മുടെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ 2n ആണ്. സോ n equal to 2n. ഇനി r എന്ന് പറയുന്നത് n ആണ്. then a is equal to x ആണ്. അതായത് ഇവിടെ 1 plus x ൽ x എടുത്തു, b എന്നുള്ളത് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ ഈ ജനറൽ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ Tn plus 1 is equal to r ന് പകരം n ആണ്. സോ Tn plus 1 equal to ഇനി NCr that is 2nCn into ഇതേപോലെ a raised to n minus r. a എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ x raised to n minus r പറഞ്ഞാൽ 2n minus n, അതായത് x raised to n. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ x raised to n എഴുതിയിരിക്കുന്നത്. ഇൻറ്റു 1 raised to n വരും. 1 raised to n 1 തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇൻറ്റു x raised to n കിട്ടും. ഇനി NCr എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇവിടെ എന്താ? 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ
n ഫാക്ടോറിയൽ r എന്ന് പറയുന്നത് n അല്ലേ n ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r എന്ന് പറഞ്ഞാൽ 2n മൈനസ് n അതെന്താ n ആണ് n ഫാക്ടർ ഇനി ഇൻറ്റു എക്സ് റേസ് ടു n അങ്ങനെ തന്നെ എഴുതി നെക്സ്റ്റ് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം 2n ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 2n മൈനസ് 2 ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇതേപോലെ 2 ടൈംസ് വന്നിട്ടുണ്ട് അത് അങ്ങനെ തന്നെ എഴുതുക n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ ലാസ്റ്റ് നമുക്ക് ക്യാൻസൽ ആവും ഞാൻ പറഞ്ഞുതരാം ഇൻറ്റു എക്സ് റേസ് ടു n അങ്ങനെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഇതിനെ ചെറിയൊരു റീഗ്രൂപ്പിംഗ് നടത്തണം അതായത് ഈ ഓഡ് ടേംസും ഈവൺ ടേംസും സെപ്പറേറ്റ് ബ്രാക്കറ്റ് ചെയ്ത് ഓഡ് ടേംസ് എന്ന് പറഞ്ഞാൽ 1 3 5 എക്സെട്ര 2n മൈനസ് 3 ടു 2n മൈനസ് 1 then ഇൻറ്റു ബാക്കി ടേംസ് എന്താ ഈവൺ ടേംസ് 2 4 6 എക്സെട്ര 2n മൈനസ് 2 ടു 2n അല്ല ഹോൾ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ 2 ടൈംസ് ഉണ്ട് ഇൻറ്റു എക്സ് റേസ് ടു n അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി 1 into 3 ന്റെ ഫസ്റ്റ് ഗ്രൂപ്പ് അങ്ങനെ തന്നെ എഴുതാം ഓഡ് ടേംസിന്റെ സെക്കൻഡ് ഗ്രൂപ്പ് ഈവൺ ടേംസിൽ 2 കോമൺ ഫാക്ടർ ആണ് അത് എത്ര അതായത് മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ഓരോ ടേംസ് എഴുതിയത് ദാറ്റ് മീൻസ് n ടേംസ് ഉണ്ട് അപ്പോൾ 2 റേസ് ടു n ഓരോ ടേമിൽ നിന്നും 2 പുറത്തെടുത്താൽ ടോട്ടൽ എത്ര 2 റേസ് ടു n ഉണ്ട് അപ്പോൾ 2 ന്റെ പവർ n ആയിരിക്കും ഇൻറ്റു ബ്രാക്കറ്റിൽ അപ്പോൾ എന്ത് വരും 2 ന്ന് 2 പോയാൽ 1 then 4 ന്ന് 2 പോയാൽ 2 6 ന്ന് 2 പോയാൽ 3 അങ്ങനെ എക്സെട്ര ലാസ്റ്റ് 2n മൈനസ് 2 ന്ന് 2 പോയാൽ n മൈനസ് 1 2n ന്ന് 2 പോയാൽ n അല്ലേ സോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര n മൈനസ് 1 ഇൻറ്റു n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് റേസ് ടു n ഇനി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതിയില്ലേ 1 2 3 എക്സെട്ര അപ് ടു n അതെന്താ n ഫാക്ടോറിയൽ ആണ് നമുക്ക് ഓൾറെഡി ഡിനോമിനേറ്ററിൽ ഒരു n ഫാക്ടോറിയൽ ഉണ്ട് അല്ലേ അപ്പോൾ ഇത്രയും ടേം എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ് ഒരു n ഫാക്ടോറിയലും താഴത്തെ ഒരു n ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു ബാക്കി ടേംസ് എന്താ 1 3 5 എക്സെട്ര 2n മൈനസ് 1 ഇൻറ്റു 2 റേസ് ടു n ഇൻറ്റു എക്സ് റേസ് ടു n ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ അപ്പോൾ നമ്മുടെ മിഡിൽ ടേം എന്താ 1 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര 2n മൈനസ് 1 ഇൻറ്റു 2 റേസ് ടു n ഇൻറ്റു എക്സ് റേസ് ടു n ബൈ n ഫാക്ടോറിയൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 raised to 4n plus 4 minus 15n minus 16 where n belongs to n is divisible by options A 225 B 227 C 229 D 285 correct answer option A ആണ് 225 നമുക്ക് തന്നിരിക്കുന്നത് എന്താ 2 raised to 4n plus 4 minus 15n minus 16 അല്ലേ ഇതിൽ ഈ 4 എന്ന് പറഞ്ഞിട്ട് ഔട്ട്സൈഡ് എടുക്കാം പവറിൽ സോ 2 raised to 4 into n plus 1 ബാക്കിയെല്ലാം സെയിം മൈനസ് 15n മൈനസ് 16 ഇനി 2 raised to 4 എന്ന് പറയുന്നത് എന്താ 16 ആണ് നമുക്കറിയാലോ സോ 16 raised to n plus 1 അങ്ങനെ തന്നെ എഴുതി 2 raised to 4 എന്ന് പറയുന്നത് 16 ആണ് then raised to n plus 1 അങ്ങനെ തന്നെ എഴുതി 16 raised to n plus 1 minus 15n minus 16 then ഇതേപോലെ ഈ 16 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു 1 plus 15 ആക്കി അപ്പോൾ 1 plus 15 raised to n plus 1 minus 15n minus 16 ഇനി ഇതിനെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക അതായത് 1 plus 15 raised to n plus 1 നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ അല്ലേ അത് ചെയ്യാം അപ്പോൾ n plus 1 c0 15 raised to 0 plus n plus 1 c1 15 raised to 1 plus n plus 1 c2 15 raised to 2 plus etc n plus 1 c n plus 1 15 raised to n plus 1 okay ഇത്രയും ടേംസ് വരെ then minus 15 and minus 16 അങ്ങനെ തന്നെ എഴുതി ഇനി nc0 ന്റെ വാല്യൂ നമുക്കറിയാം 1 ആണ് അല്ലേ സോ ഫസ്റ്റ് ടേം അതിന്റെ വാല്യൂ എന്താ 1 ആണ് പ്ലസ് n plus 1 into c1 സോറി n plus 1 into n plus 1 c1 എന്ന് പറയുന്നത് എന്താ nc1 എന്ന് പറയുന്നത് n ആണ് അല്ലേ nc1 is n അപ്പോൾ ഇവിടെ n ന് പകരം n plus 1 ആണ് സോ n plus 1 ഇനി 15 raised to 1 എന്നുള്ളത് 15 എഴുതി ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഇതേപോലെ n plus 1 c2 അത് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല 15 സ്ക്വയർ എക്സെട്ര ആ ലാസ്റ്റ് ടേം എഴുതുക പിന്നെ minus 15 and minus 16 നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതേപോലെ 1 plus 15n plus 15 ഈ ടേംസ് കിട്ടിയല്ലോ ഈ 15നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ബ്രാക്കറ്റിനുള്ളിൽ സോ 15 into n plus 15 into 1 ദാറ്റ് ഈസ് 1 ആദ്യത്തെ അങ്ങനെ തന്നെ എഴുതി പ്ലസ് 15n plus 15 ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ബാക്കി ടേംസ് എല്ലാം സെയിം ഇനി ഈ 15 plus 1 എത്രയാ 16 ആണ് അല്ലേ അപ്പോൾ ഇവിടെ പ്ലസ് 16 ഉണ്ട് ഇവിടെ മൈനസ് 16 ഉണ്ട് സോ ഇത് രണ്ടും ക്യാൻസൽ ആയി ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് 15n ഉം ഇവിടെ ഒരു മൈനസ് 15n ഉണ്ട് അതും ക്യാൻസൽ ആയി ഓക്കെ അപ്പോൾ നമുക്ക് സിംപ്ലിഫൈഡ് ഫോം എന്താ n plus 1 c2 15 സ്ക്വയർ
plus n plus 1 cn plus 1 15 raised to n plus 1 etc. ഇടയിൽ കുറേ ടേംസ് ഉണ്ട്. ഇനി ഇതിൽ ജസ്റ്റ് കോമൺ ആയിട്ട് ഇത് ഫസ്റ്റ് ടേം 15 സ്ക്വയർ ആണ്. അപ്പോൾ 15 സ്ക്വയർ ഔട്ട്സൈഡ് എടുത്തു. ബാക്കി ടേംസ് എന്താ n plus 1 c2 plus etc. n plus 1 cn plus 1 15 raised to എന്ത് വരും? അതായത് ലാസ്റ്റ് പവർ 15 raised to n plus 1 ആണ്. 15 raised to n plus 1 ആണ്. ഇതിൽ നിന്ന് നമ്മൾ 15 സ്ക്വയർ ഔട്ട്സൈഡ് എടുത്തു. സോ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ +2 എന്നുള്ളത് ഇവിടെ -2 കൊടുക്കണം. ക്ലിയർ ആയോ? സോ ഇവിടെ n plus 1 -2 എന്ത് വരും? n minus 1. അതാണ് ഇവിടെ 15 raised to n minus 1. ഈ 15 സ്ക്വയർ എന്ന് പറയുന്നത് 225 ഇൻറ്റു ബാക്കി ടേംസ് അങ്ങനെ n plus 1 c2 etc. n plus 1 cn plus 1 15 raised to n minus 1. സോ ഇവിടെ നമുക്ക് കിട്ടി 225 ഒരു മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടിയത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും ഈ ഒരു എക്സ്പ്രഷൻ എന്തായാലും ഡിവിസിബിൾ ബൈ 225 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many words can be formed from the letters of the word golden when all the vowels are not together? അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് vowels are not together. അപ്പോൾ ഇതുപോലത്തെ ഓരോ കണ്ടീഷൻസ് റൂൾസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ നോട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക, വിട്ടുപോകരുത്, ആൻസറേ മാറിപ്പോകും. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് A 480, B 520, C 720, D none of these. കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, 480 ways. അപ്പോൾ ഗോൾഡൻ എന്ന് പറയുന്ന ലെറ്റർ, അതിൽ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ഓൾ ദീസ് 6 ലെറ്റേഴ്സ് ആ വേർഡ്സ് എങ്ങനെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്ന എന്തായിരിക്കും? 6 ഫാക്ടോറിയൽ. കാരണം എന്താ? 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് എന്ന് പറയുന്നത് എന്താ? 6 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 6 ഫാക്ടോറിയൽ കാൽക്കുലേറ്റ് ചെയ്താൽ 720 കിട്ടും. ഇനി ഇതിൽ നമുക്ക് വവൽസ് നോട്ട് ടുഗെദർ കേസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് വേസ്, അതായത് ഇവിടെ വവൽസ് കൺസിഡർ ചെയ്ത് ആകെ മൊത്തം എത്ര വേസ് കിട്ടി? 720 വേസിൽ നമുക്ക് ഈ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് കുറേ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് OE, ഇതാണ് ഗോൾഡനിൽ 2 വവൽസ് വരുന്നത്, O ആൻഡ് E. അത് ആദ്യം സിംഗിൾ ലെറ്റർ ആയിട്ട് എടുക്കാം. 1 സിംഗിൾ ലെറ്റർ, അതായത് വവൽസ് രണ്ടും വരുന്നത് ഒരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം. ക്ലിയർ ആയോ? O ആൻഡ് E ടുഗെദർ. പക്ഷെ അത് നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഒന്നുകിൽ OE ആയിട്ട് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ EO ആയിട്ട് അറേഞ്ച് ചെയ്യാം. എന്തായാലും നമ്മൾ ഈ ഒരു OE എന്ന് പറയുന്നത് സിംഗിൾ ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം, ഒരു ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ബാക്കി എത്ര ലെറ്റേഴ്സ് വരും ടോട്ടൽ? അതായത് നമുക്ക് 4 + 2 ലെറ്റേഴ്സ് ആണുള്ളത്. ഇതിൽ 2 വവൽസും ബാക്കി 4 കൺസോണൻസ് ആണ്. അപ്പോൾ ഈ 2 ലെറ്റേഴ്സ് ആണ് O ആൻഡ് E. അതിനെ നമ്മൾ ടുഗെദർ ആയിട്ട് കൺസിഡർ ചെയ്താൽ ഒരു ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ 4 + 1 എത്രയാ? 5. അപ്പോൾ ടോട്ടൽ 5 ഫാക്ടോറിയൽ. അതാണ് 120 വേസ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ OE എന്ന് പറയുന്നത് സിംഗിൾ ലെറ്റർ ആയിട്ട് എടുത്തു പറഞ്ഞില്ലേ? പക്ഷെ അത് ഒന്നുകിൽ OE ആയിട്ട് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ EO ആയിട്ട് അറേഞ്ച് ചെയ്തൂടെ? അതായത് 2 ലെറ്റേഴ്സ് ഇല്ലേ? ഈ 2 ലെറ്റേഴ്സ് 2 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ഈ 120 വേസിനെ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്യണം. ദാറ്റ് ഈസ് 120 × 2 എത്രയാ? 240 വേസ് ആണുള്ളത്. നമുക്ക് ഈ O ആൻഡ് E, അതായത് വവൽസ് സിംഗിൾ ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് വവൽസ് ടുഗെദർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ട് ഇപ്പോൾ കിട്ടിയത്? 240. ഇനി നമുക്ക് എന്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്? വവൽസ് നെവർ ടുഗെദർ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് വേസ് ആദ്യം കണ്ടുപിടിച്ചില്ലേ? എല്ലാം ലെറ്റേഴ്സും സെപ്പറേറ്റ് ആയിട്ട് എടുത്തത്, അത് 720. ഇനി അതിൽ നിന്ന് വവൽസ് ടുഗെദർ ആയിട്ടുള്ളത് നമ്മൾ 240 വേസ് ചെയ്തില്ലേ? അത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വവൽസ് നോട്ട് ടുഗെദർ എന്നുള്ളത് കിട്ടും, അതായത് 480. Next question. Find A union B if A is equal to set 1, 2, 7, 9, 12 and B is equal to X such that X square minus 10X plus 16 is equal to 0. Options വന്നിരിക്കുന്നത് A null set, B set 2, 7, C set 1, 2, 7, 8, 9, 12 and D set 1, 8, 9, 12. Correct answer option C ആണ്. അപ്പോൾ A എന്ന് പറയുന്ന സെറ്റിൽ കറക്റ്റായിട്ട് എലമെന്റ്സ് വന്നിട്ട് 1, 2, 7, 9, 12. ഓക്കെ. ഇനി B എന്ന് പറയുന്ന സെറ്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതായത് X such that, X എന്ന് പറയുന്നത് ഒരു ഇക്വേഷന്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്. X square minus 10X plus 16. അപ്പോൾ അത് ആദ്യം തന്നെ ഫാക്ടറൈസ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോഴേ നമുക്ക് സെറ്റ് B കിട്ടുള്ളൂ. സോ X square minus 10X plus 16 ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫാക്ടറൈസ് ചെയ്യാൻ അറിയാലോ, ഇതേപോലെ minus 10X minus 2X minus 8X എഴുതി എന്നിട്ട് കോമൺ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, അതായത്
ഇപ്പോൾ -10x-നെ നമ്മൾ -2x-ഉം -8x-ഉം സ്പ്ലിറ്റ് ചെയ്തു അല്ല, -2 -8 -10 അല്ല. ഇനി ഇതിനെ ഫസ്റ്റ് രണ്ട് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. സോ x² - 2x ഗ്രൂപ്പ് ചെയ്താൽ അതിൽ നിന്ന് x പുറത്തേക്ക് എടുത്താൽ x - 2 കിട്ടും. ഇനി ലാസ്റ്റ് ടു ടേംസ് -8 ഔട്ട്സൈഡ് എടുക്കുക. സോ ബ്രാക്കറ്റിൽ എന്ത് വരും? x - 2. അപ്പോൾ അഗെയിൻ ഈ x - 2 രണ്ടിലും കോമൺ ആണ്, അത് ഔട്ട്സൈഡ് എടുത്തു. സോ ഇവിടെ x - 8 അപ്പോൾ ഇൻറ്റു x - 8. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോന്നും ഈക്വൽ ടു 0 കൊടുക്കാം. x - 2 = 0 കൊടുത്താൽ x = 2 കിട്ടും. x - 8 = 0 കൊടുത്താൽ x = 8 കിട്ടും. സോ സെറ്റ് B എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? 2, 8. ഇനി നമുക്ക് A യൂണിയൻ B കാണാമല്ലോ. A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്റ്സ് ഇൻ A ഓർ ഇൻ B ഓർ ഇൻ ബോത്ത് എന്നാണ്. സോ എല്ലാം കൂടിയിട്ട് കോമൺ എലമെന്റ്സ് റിപ്പീറ്റഡ് ആയി എടുക്കരുത്, അതിലെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത എലമെന്റ്സ് എടുക്കണം. സോ നമുക്ക് നോക്കാം. 1, 2, 7, 9, 12 ആണ് എയിലുള്ളത്. ബിയിലുള്ളത് 2, 8. അപ്പോൾ ഓൾറെഡി എയിലും 2ലും A ആൻഡ് ബിയിൽ 2 കോമൺ ഉണ്ട്. വൺസ് എഴുതിയാൽ മതി. ബാക്കി ഏത് എലമെന്റ് എക്സ്ട്രാ വരിക? ഇവിടെ 8 എന്ന് പറയുന്ന എലമെന്റ് വരും അല്ലെ, ബിയിലത്തെ, അതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മതി. സോ 1, 2, 7, 8, 9, 12 ഇതാണ് A യൂണിയൻ B. Next question. The multiplicative inverse of 3 + 4i divided by 4 - 5i is. Options തന്നിരിക്കുന്നത് A 8/25 - 31/25i. കറക്റ്റ് ആയിട്ട് ആ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് വേണമെങ്കിൽ 8 - 31i/25 എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. B -8/25 - 31/25i. C -8/25 + 31/25i. D none of these. Correct answer option B ആണ്, -8/25 - 31/25i. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ റിവേഴ്സ് എടുക്കുക. അപ്പോൾ നമുക്ക് 4 - 5i ന്യൂമറേറ്റർ ആയിട്ട് വരും, 3 + 4i ഡിനോമിനേറ്റർ ആയിട്ട്. ക്ലിയർ ആയല്ലോ? എന്നിട്ട് ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഉണ്ട്, അതായത് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് ഉണ്ട്. മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സോ ഇവിടെ 3 + 4iയുടെ കോൺജുഗേറ്റ് എന്താ? 3 - 4i. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഡിനോമിനേറ്ററിൽ a + ib × a - ib നമുക്കറിയാം a² + b² ആണ്. ഓക്കെ, അതായത് 3² + 4². അപ്പോൾ 3² 9, 4² 16, 16 + 9 25. ഇപ്പോൾ ഡിനോമിനേറ്റർ 25 കിട്ടി. ഇനി ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താ? 4 - 5i × 3 - 4i. ഓരോന്നും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ 4 × 3 then -5i × -4i. അപ്പോൾ ഇവിടെ 4 × 3 പറഞ്ഞാൽ 12, then -15i -16i, then മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 5 × 4 എത്രയാണ്? 20. 20i² + 20i² ആണ്. ഇനി i² എന്താ? -1 ആണ്. കാരണം i എന്ന് പറയുന്നത് √(-1) ആണ് അല്ലേ? സോ i² എന്ന് പറയുന്നത് -1 ആണ്. സോ അവിടെ -20 വരും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് -20, i² -1 ആണ്. സോ ഇവിടെ 12 - 20 എന്ന് പറയുന്നത് എന്തോ? -8 അല്ലേ? ദെൻ -59 - 16i എന്താ? 31i. സോ -8 - 31i/25. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. അത് റിയൽ ആൻഡ് ഇമാജിനറി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നുള്ളൂ. Next question. If A is equal to matrix 4x + 2, 2x - 3x + 1 is a symmetric matrix, then x is A 2, B 3, C -1, D 5. Correct answer option D 5 ആണ്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ കേസിൽ സിമെട്രിക് ആവണമെങ്കിൽ ആ മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസ് മെട്രിക്സും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് A ട്രാൻസ്പോസ്. റോ ആൻഡ് കോളംസ് ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ 4x + 2 റോ അല്ലേ, അത് കോളം ആയിട്ട് എഴുതുക 4x + 2. നെക്സ്റ്റ് 2x - 3x + 1 സെക്കൻഡ് റോ ആണ്, നമ്മൾ സെക്കൻഡ് കോളം ആക്കുക 2x - 3x + 1. ഇനി ഇത് രണ്ടും ഈക്വൽ ആണ്, അതായത് സിമെട്രിക് അല്ല, അപ്പോൾ ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുക ഈ രണ്ട് മെട്രിക്സ്, എന്നിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് റോ അല്ല സെക്കൻഡ് കോളം തന്നെ കമ്പയർ ചെയ്യാം. അതായത് x + 2 = 2x - 3. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ എക്സിനെ RHSൽ കൊണ്ടുപോകുക, ഇതേപോലെ -3നെ LHSൽ കൊണ്ടുപോകും. സോ x = 5 ആൻസർ കിട്ടും.
Next, if A is equal to matrix minus 1, 2, 3, 4, B is equal to 3, minus 2, 1, 5, and 2A plus B plus X equal to 0, then matrix X is. അപ്പോൾ നമുക്ക് എയും ബിയും തന്നിട്ട് 2A plus B plus X equal to 0 എന്ന് പറഞ്ഞ റിലേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് X എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A matrix minus 1, minus 2, minus 7, minus 13, B 1, minus 2, minus 10, 3, C 3, minus 2, 1, 5, D 1, 2, 7, 13. Correct answer option A ആണ്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് എയും ബിയും തന്നിട്ടുണ്ട്, minus 1, 2, 3, 4 ഉം 3, minus 2, 1, 5. ഇനി എക്സ് നമുക്ക് അൺനോൺ ആണ്. സോ ലെറ്റ് ഇറ്റ് കണ്ടെയ്ൻ 4 എലമെന്റ്സ്. അതായത് ജസ്റ്റ് എ ബി സി ഡി എന്ന് മെൻഷൻ ചെയ്യാം. വേറൊരു റിലേഷൻ എന്താ തന്നിരിക്കുന്നത്, 2A plus B plus X equal to 0 തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, 2 into A plus ഇതേപോലെ B plus X is equal to 0 ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് കറസ്പോണ്ടിങ് ഇപ്പോൾ ആദ്യം 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ minus 2, 4, 6, 8. ഇനി പ്ലസ് ബാക്കി രണ്ട് മെട്രിക്സ് തന്നിട്ടില്ലേ, അത് സെയിം തന്നെ ഈക്വൽ ടു 0. അപ്പോൾ 0 മെട്രിക്സ് 4 എലമെന്റ്സ് ആയിട്ട് മെൻഷൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എല്ലാം കറസ്പോണ്ടിങ് പൊസിഷനിലെ എലമെന്റ്സ് കറക്റ്റായി ആഡ് ചെയ്യും. അപ്പോൾ minus 2 plus 3 plus A, minus 2 plus 3 എന്താ 1 ആണ്. സോ 1 plus A അതാണ് ഫസ്റ്റ് എലമെന്റ്. ഇനി ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് എങ്ങനെയാണ്, 4 minus 2 plus B അല്ലേ, അപ്പോൾ 2 plus B. നെക്സ്റ്റ് 6 plus 1 plus C, അതായത് 7 plus C. 8 plus 5 plus D, that is 13 plus D. ഇനി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് എന്ത് ചെയ്താൽ മതി, എല്ലാം കൂടി കമ്പയർ ചെയ്യുക. അതായത് 1 plus A equal to 0, 2 plus B equal to 0, 7 plus C equal to 0, 13 plus D equal to 0. അതിൽ നിന്ന് A, B, C, D കണ്ടുപിടിക്കാം. A is equal to minus 1, B is equal to minus 2, C equal to minus 7, D equal to minus 13. നമ്മുടെ ഫൈനൽ മെട്രിക്സ് എന്താ, X minus 1, minus 2, minus 7, minus 13. Next question. The area of a triangle with vertices minus 3, 0, 3, 0 and 0k is 9 square units. The value of k will be A 9, B 3, C minus 9, D minus 3. Correct answer option B ആണ് 3. അപ്പോൾ ഏരിയ നമുക്കിപ്പോൾ ഡിറ്റർമിനന്റ് ഒരു ആപ്ലിക്കേഷൻ ആണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്. സോ അതിന്റെ ഫോർമുലയാണ് 1/2 ഇൻറ്റു ഡിറ്റർമിനന്റ്. നമുക്ക് തന്നിരിക്കുന്ന വേർട്ടിസസ് ഇല്ലേ, അപ്പോൾ അതിൽ എലമെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ -3, then 3, then 0. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതാം. -3, 3, 0. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് കോളം എന്ന് പറയുന്നത് 0, 0, k. ഓക്കെ, അതായത് സെക്കൻഡ് സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് അല്ലേ, 0, 0, k. ഇനി ലാസ്റ്റ് കോളം നമ്മൾ 1, 1, 1 എന്ന് എഴുതാം. ഇനി ഇതിൽ നിന്ന് ജസ്റ്റ് നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു ഇവിടെ നോക്കിയാൽ അറിയാം -3 ഇൻറ്റു 0 മൈനസ് k. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യില്ലേ, സബ്ട്രാക്ട് ചെയ്യില്ല, അതേപോലെ തന്നെ നെക്സ്റ്റ് എലമെന്റ് മൈനസ് ആയിരിക്കും, ഓൾറെഡി 0 ആണ്. സോ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ, പ്ലസ് again last one 1 into 3 into k, 3k minus 0. സോ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ -3 into -k എന്താ, നമുക്ക് +3k കിട്ടും അല്ലേ, ഇവിടെ ഒരു +3k ഉണ്ട്. സോ 6k. ഇപ്പം ഈ 2ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ 3k വരും. അപ്പോൾ ഏരിയ 3k ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഏരിയ 9 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പോൾ ഇപ്പൊ കിട്ടിയത് ഇക്വേറ്റ് ചെയ്യാം. 3k is equal to 9. അതിൽ നിന്ന് k യുടെ വാല്യൂ എന്താ, 3 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the minor of the element 7 in the determinant delta is equal to determinant 1, 4, 3, 5, 6, 7, 8, 9, 2. Options A 23, B -23, C -24, D 27. Correct answer option B ആണ് -23. തന്നിരിക്കുന്ന ഡാറ്റ യൂസ് ചെയ്യാം. അതിൽ 7 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 7ന്റെ പൊസിഷൻ നോക്കുക, അതായത് സെക്കൻഡ് റോ തേർഡ് കോളം ആണ്. ദാറ്റ് ഈസ് M23 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ M23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഈ 7 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോ ആൻഡ് കോളം എലിമിനേറ്റ് ചെയ്തിട്ട് ബാക്കി എലിമെന്റ്സ് ഇവിടെ ഇപ്പോൾ ഇതാ 7 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അല്ല, അപ്പോൾ ബാക്കി എലിമെന്റ്സ് 1, 4ഉം 8, 9. ഓക്കെ, അപ്പോൾ 1, 4, 8, 9 ക്ലിയർ ആയല്ലോ. സോ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഡിറ്റർമിനന്റ് 1, 4, 8, 9. അതായത് 1 into 9 minus 8 into 4, that is 9 minus 32 minus 23 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the inverse of the matrix 2, 3, 4, 4, 3, 1, 1, 2, 4 is. ഓപ്ഷൻസ് തന്നിരിക്കുന്നത്
ഇതേപോലെ ഓരോ മെട്രിക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. ചിലത് ഇതേപോലെ റേഷ്യോ ഫോമിലാണ്, അതായത് റാഷണൽ ഫോമിലാണ് 4/5, 14/5 അങ്ങനെ ടേംസിൽ തന്നിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. മെട്രിക്സ് -2 4/5 9/5, 3 -4/5 -14/5, -1 1/5 6/5. ഓപ്ഷൻസ് ക്ലിയർ ആയി നോക്കണം. പ്ലസ് ഓർ മൈനസ് സൈൻ ചേഞ്ചസ് പോലും വരുത്തിയിട്ട് ചെറിയ വേരിയേഷൻസിനും ഓപ്ഷൻസ് തരാം. അപ്പോൾ ക്ലിയർ ആയി മനസ്സിലാക്കുക. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നിരിക്കുന്ന മെട്രിക്സ് എഴുതാം. 2 3 4 4 3 1 1 2 4. അപ്പോൾ അതിൽ നമുക്ക് ഇതേപോലെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ ഇൻവേഴ്സ് എന്താ? 1 ഡിവൈഡ് ബൈ, ഇത് റെസിപ്രോക്കൽ ഓഫ് ഡിറ്റർമിനന്റ് ഇൻറ്റു എഡ്ജോയിന്റ് ഓഫ് എ അല്ലേ. അപ്പോൾ ഈ എഡ്ജോയിന്റ് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം കോ ഫാക്ടർ ഓഫ് ദ മെട്രിക്സ് കണ്ടുപിടിക്കണം. കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേപോലെ ഫസ്റ്റ് എലമെന്റ് എങ്ങനെയാണ് 10 എന്ന് പറയുന്നത് കിട്ടുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് എലമെന്റ് ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ 2 4 1 2 3 4 എലിമിനേറ്റ് ചെയ്യാം. 3 × 4 -2 × 1 ദാറ്റ് ഇസ് 12 - 2 അതായത് 10. ഓക്കെ, അതുപോലെ ബാക്കി എലമെന്റ്സ് സെക്കൻഡ് ടേമിന് നമുക്ക് ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് അല്ലേ. സോ സെക്കൻഡ് ടേമിന് നമ്മൾ ഇതേപോലെ മൈനസ്, ദെൻ 3യുടെ നമ്മൾ ഇഗ്നോർ ചെയ്യാം. So 4 × 4 16 minus 1 × 1 that is 1 അതായത് -15. ക്ലിയർ ആയല്ലോ. അതുപോലെ ബാക്കിയുള്ള എലമെന്റ്സ് അപ്പോൾ അതായത് ഈ സൈൻ ചേഞ്ചസ് ശ്രദ്ധിക്കുക. പ്ലസ് മൈനസ് പ്ലസ് ദെൻ അഗെയിൻ മൈനസ് പ്ലസ് മൈനസ് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറും. അത് മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ എലമെന്റ്സ് കണ്ടുപിടിച്ചിട്ടുള്ള മെട്രിക്സ് അതാണ് കോഫാക്ടർ മെട്രിക്സ്. നെക്സ്റ്റ് നമ്മൾ എഡ്ജോയിന്റ് കണ്ടുപിടിക്കാം. അതിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ ജസ്റ്റ് റോസ് ആൻഡ് കോളംസ് ഇന്റർചേഞ്ച് ചെയ്യാം. ഇപ്പോൾ കോഫാക്ടർ മെട്രിക്സിന്റെ ചെയ്തില്ലേ, അതിന്റെ റോസ് ആൻഡ് കോളം ഇന്റർചേഞ്ച് ചെയ്താൽ എഡ്ജോയിന്റ് എ കിട്ടും. ഇനി ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. അത് നമുക്ക് -5 ആണ് കിട്ടുക. സോ നമുക്ക് അതിന്റെ വാല്യൂ -5 ആണ് കിട്ടിയത്. ഇനി നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാമല്ലോ. എഡ്ജോയിന്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ അല്ലേ. അപ്പോൾ എഡ്ജോയിന്റ് എയും കിട്ടി, നമുക്ക് ഡിറ്റർമിനന്റ് എയും കിട്ടി. അപ്പോൾ എഡ്ജോയിന്റ് മെട്രിക്സിന് എന്നിട്ട് റെസിപ്രോക്കൽ ഓഫ് ഇൻവേഴ്സ് ഡിറ്റർമിനന്റ് ഇല്ലേ, അത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ -5 അല്ലേ കിട്ടിയ. സോ -1/5 ഇൻറ്റു നമുക്ക് എഡ്ജോയിന്റ് എ ചെയ്യാം. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? നമ്മൾ ഈ -1/5 ഉള്ളിലേക്ക് എടുക്കാം. ഓരോ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൈനസ് ഉള്ള ടേം കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ ഡിവൈഡഡ് ബൈ 5 വരും. എന്നിട്ട് കിട്ടുന്ന എലമെന്റ്സ് ആണ് -2 4/5 9/5, 3 -4/5 14/5, -1 1/5 6/5. Next question. Solve the inequality -3 less than or equal to 4 - 7x/2 less than or equal to 18. Options A, x belongs to closed interval -4, 2. B, x belongs to closed interval 0, 2. C, x belongs to -4, 2 open interval ആണ്. അതുപോലെ D, x belongs to open interval 0, 2. Correct answer option A ആണ്, closed interval -4, 2. So first of all, എന്താണ് ഈ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഇന്റർവെലിന്റെ ഡിഫറൻസ്? ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രണ്ട് വാല്യൂസ് ആ എൻഡ് പോയിന്റ്സിൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഇനീക്വാളിറ്റി കൺസിഡർ ചെയ്യാം. -3 less than or equal to 4 - 7x/2 less than or equal to 18. ഇനി എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മൾ -4 എല്ലാ സൈഡ്സിലും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡിലെ അങ്ങനെ 3 പാർട്സിൽ അപ്പോൾ അതിൽ -4 ആഡ് ചെയ്യാം. അപ്പോൾ എന്താവും? ഫസ്റ്റ് കേസിൽ -3 -4 ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അതിൻ്റെ കൂടെ -4 ആഡ് ചെയ്യണം കേട്ടോ. -4 + 4 -7x/2 ലെസ് ദാൻ ഈക്വൽ ടു 18 -4. എന്നിട്ട് ചേഞ്ച് ചെയ്യുക. അതിനെ സിംപ്ലിഫൈ ചെയ്ത് എന്ത് വരും? -3 -4 -7 ആണ്. ലെസ് ദാൻ ഈക്വൽ ടു ഈ -4ഉം +4ഉം ക്യാൻസൽ ആയി. എന്നിട്ട് -7x/2 വരും. ലെസ് ദാൻ ഈക്വൽ ടു 18 - 4 എന്താ? 40. ഇനി നമ്മൾ 2/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എല്ലാ സൈഡ്സിലും. കാരണം നമുക്ക് ഈ 7/2 പോകണം അല്ലേ. സോ 2/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇനീക്വാളിറ്റി -2 ലെസ് ദാൻ ഈക്വൽ ടു -x ലെസ് ദാൻ ഈക്വൽ ടു 4 വരും. ഒരു കാര്യം കൂടി ചെയ്യണം. x -x ആണ്. സോ -1 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇനീക്വാളിറ്റീസ് മാറും. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സോ ഇവിടെ +2 greater than or equal to x greater than or equal to -4. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ? അതായത് -4 less than or equal to x less than or equal to 2.
That is, x belongs to the closed interval minus 4, 2. Next question. For the inequality 17 minus of 2x plus 4 less than or equal to 9x minus 4 into 2x minus 3. X belongs to. Options തന്നിരിക്കുന്നത് സെമി ഇന്റർവെൽസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സെമി ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ. അത് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെൽ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് -1/3 വാല്യൂ ഇൻക്ലൂഡഡ് ആണ്, ഈക്വൽ ടു വരും. ഇനി കോമ ഇൻഫിനിറ്റി കഴിഞ്ഞിട്ട് ഓപ്പൺ ഇന്റർവെൽ തന്നത്. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റി ഇസ് നോട്ട് ഇൻക്ലൂഡഡ്. ക്ലിയർ ആയല്ലോ? അതാണ് സെമി ഇന്റർവെൽസിന്റെ പ്രത്യേകത. ബി എന്ന് പറയുന്നത് ഓപ്പൺ, അതായത് സെമി ഓപ്പൺ -∞, 1/3 ക്ലോസ്ഡ്, then 1/3 ക്ലോസ്ഡ്, അതായത് 1/3 ഇൻക്ലൂഡഡ്, ∞ ഓപ്പൺ. ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് തന്നിരിക്കുന്ന ഇനീക്വാളിറ്റി നോക്കുക. 17 മൈനസ് ഓഫ് 2x plus 4 ലെസ് ദാൻ ഇക്വൽ ടു 9x minus 4 into 2x minus 3. ഇത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാം, ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം. അപ്പോൾ 17 മൈനസ് 2x minus 4, അതായത് 17 മൈനസ് 4 മൈനസ്, ഇതേപോലെ നമ്മളെല്ലാം എക്സ്പാൻഡ് ചെയ്യുക, ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് എക്സിന്റെ ടേംസ് ഒരു സ്ഥലത്തേക്കും പിന്നെ ബാക്കി കോൺസ്റ്റൻസിന്റെ ടേം ഒരു സ്ഥലത്തേക്കും നമ്മൾ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് 1. അതായത് ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 17 മൈനസ് 2x minus 4 വരും. ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ -4 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ -8x plus 12. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റൻസ് LHSൽ കൊണ്ടുവരാം. ഈ 12 എന്നുള്ളത് LHSൽ കൊണ്ടുപോകാം, പിന്നെ ഈ 2x എന്നുള്ളത് RHSൽ കൊണ്ടുപോകാം. ക്ലിയർ ആയല്ലോ? സോ ഫൈനലി നമുക്ക് കിട്ടുന്നത് എന്താ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x ആണ്. അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്നത് LHSൽ കൊണ്ടുപോവാം. സോ നമുക്ക് 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x കിട്ടും. ദാറ്റ് ഈസ് അതിന്റെ മീനിങ് എന്താ? x ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്. സോ ഈക്വൽ ടു 1/3 വന്നിട്ടുണ്ട്, അത് ക്ലോസ്ഡ് ആണ്. ദെൻ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് അപ് ടു ഇൻഫിനിറ്റി ആണ്, ബട്ട് ഇൻഫിനിറ്റി നോട്ട് ഇൻക്ലൂഡഡ്. സോ സെമി ക്ലോസ്ഡ് ഓപ്പൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇനീക്വാളിറ്റി റെപ്രസെന്റിംഗ് ദ ഫോളോയിങ് ഗ്രാഫ് ഇസ്. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫ് നോക്കിയിട്ട് ഇനീക്വാളിറ്റി എന്താണെന്ന് പറയണം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ മോഡുലസ് എക്സ് ലെസ് ദാൻ 3, ബി മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, സി മോഡുലസ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3 ആൻഡ് ഡി എന്ന് പറയുന്നത് മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ അത് വളരെ ക്ലിയർ ആണ് ഡയഗ്രത്തിൽ നിന്ന്. അതായത് ഈ -3 to 3 അതാണ് ഷെയ്ഡഡ് പോർഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ -3 ലെസ് ദാൻ ഈക്വൽ ടു എക്സ്, പിന്നെ അത് മാത്രമല്ല എക്സ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു +3. സോ ഇതിന്റെ മീനിങ് എന്താ? എക്സ് ലൈസ് ബിറ്റ്വീൻ -3 ആൻഡ് +3. അപ്പോൾ നമ്മൾ എങ്ങനെ ഇനീക്വാളിറ്റി എക്സ്പ്രസ് ചെയ്യാം? മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അതായത് -3യുടെയും +3യുടെയും ഇടയിൽ. സോൾവ് ഫോർ y such that 2y² plus 6y plus 17/2 is equal to 0. അപ്പോൾ നമുക്ക് y-യുടെ വാല്യൂസ് കണ്ടുപിടിക്കണം സോൾവ് ചെയ്തിട്ട്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ 3/2 plus or minus i√2, ബി -3/2 plus or minus i√2, സി 1/2 plus or minus i√2, ഡി -1/2 plus or minus i√2. സോ ക്ലിയർ ആണ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇമാജിനറി, റിയൽ ഇമാജിനറി കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിലാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, -3/2 plus or minus i√2. നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻ 2y² plus 6y plus 17/2 = 0. ആദ്യം തന്നെ 2 കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്നെങ്കിൽ 2 ഔട്ട്സൈഡ് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി 0 ആവും, അല്ലെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക ബോത്ത് സൈഡ്സ് ബൈ 2. സോ ഇവിടെ y² plus 3y plus 17 ഓൾറെഡി 2 ഉണ്ട്, എഗെയിൻ 2 താഴെ വരുമ്പോൾ 4 വരും, = 0. ഇനി ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യാണ്, നമുക്ക് കുറച്ചും കൂടി ഈസി ആയി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടേം ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷനിൽ ചേഞ്ച് വരില്ലല്ലോ. സോ y² പ്ലസ്, ഇനി വേറൊരു അറേഞ്ച്മെന്റ് 3 എന്ന് പറയുന്നത് 3/2 into 2 എന്ന് എഴുതാൻ പോകണം കേട്ടോ. അതായത് a plus b ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ കൊണ്ടുവരാനാണ്. അപ്പോൾ a² plus 2ab plus b² ഫോമിൽ വരുത്താൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 3/2 സ്ക്വയർ ടേം ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് y² പ്ലസ് ഈ 3y-നെ എന്ത് എഴുതണം? 2 into y into 3/2. സോ 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 3y തന്നെ വരും. പ്ലസ് ഇനി 3/2 ഹോൾ സ്ക്വയർ -3/2 ഹോൾ സ്ക്വയർ ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, 17/4 അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യും. ഇവിടെ നോക്കിയാൽ അറിയാം ഇത് a² plus 2ab plus b² ഫോമിലാണ്. അപ്പോൾ അതിനെ a plus b ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. അതായത് a എന്ന് പറയുന്നത് y, b എന്ന് പറയുന്നത് 3/2 അല്ലെ. അപ്പോൾ y plus 3/2 ഹോൾ സ്ക്വയർ. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 17/4ഉം പിന്നെ 3/2 ഹോൾ സ്ക്വയർ അത് മൈനസ് ആണ്. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എന്താ കിട്ടുക? 2 എന്നുള്ള വാല്യൂ വരും. കാരണം 17/4 -9/4 വരും. അതായത് ഇതേപോലെ
8/4 എന്ന് പറയുന്ന ടേം വരും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ദാറ്റ് ഈസ് 8/4 എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് y പ്ലസ് 3/2 ഹോൾ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി 2നെ അഗെയിൻ ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്യാണ് i√2. കാരണം നമുക്ക് ഓൾറെഡി അറിയാം ഇതിപ്പോൾ എന്തായാലും കോംപ്ലക്സ് ഫോമിലാണ്, ഓപ്ഷൻസ് കണ്ടാലും അറിയാം. അപ്പോൾ ജസ്റ്റ് ഒരു ട്രയൽ ആണ്. അതായത് 2നെ i√2 ഹോൾ സ്ക്വയർ ടേംസിൽ റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യണം എന്നില്ല, പല വേസിലും നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസിയർ അത് അപ്ലൈ ചെയ്യാൻ എന്തായാലും ഏറ്റവും മിനിമൈസ് ടൈം ആയിട്ടുള്ളത് ഏതൊക്കെയാണ് സൊല്യൂഷൻസ് അത് ട്രൈ ചെയ്യുക. ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള വേസ് ട്രൈ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇവിടെ 2നെ നമ്മൾ i√2 ഹോൾ സ്ക്വയറിന് എഴുതി. കാരണം ഇവിടെ ഒരു മൈനസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഈ i² എന്ന് പറയുന്നത് എന്താ? -1 ആണ്. സോ ആ മൈനസ് ക്യാൻസൽ ചെയ്യാം, പ്ലസ് ആവും. പിന്നെ √2 ഹോൾ സ്ക്വയർ 2. അപ്പോൾ നമുക്ക് പഴയ +2 തന്നെ കിട്ടും. ക്ലിയർ ആയോ? സോ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ a² - b² ഹോൾ സ്ക്വയർ കിട്ടി. അതിന്റെ മീനിങ് എന്താ? a + b × a - b 0. ശരിയല്ലേ? സോ a അതായത് y + 3/2 പ്ലസ് b എന്ന് പറയുന്നത് i√2. ഇനി ഇൻറ്റു നെക്സ്റ്റ് ടേം എന്താ? a - b y + 3/2 - i√2 is equal to 0. സോ a × b = 0 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? either a = 0 or b = 0. അപ്പോൾ അത് ഓരോന്നും = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇക്വേറ്റ് ചെയ്യാം. അതിൽ നിന്ന് y യുടെ വാല്യൂസ് കാണാം. അപ്പോൾ ഫസ്റ്റ് ടേം = 0 കൊടുത്താൽ എന്ത് കിട്ടും? y = ഈ ടേംസ് എല്ലാം മൈനസ് ആവും. -3/2 - i√2. അപ്പോൾ നെക്സ്റ്റ് ടേം നമ്മൾ =0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? y = -3/2 പ്ലസ് i√2 കിട്ടും. ക്ലിയർ ആയല്ലോ? സോ ഇതിന്റെ മീനിങ് എന്താ? റിയൽ പാർട്ട് -3/2 ദെൻ പ്ലസ് ഓർ മൈനസ് i√2 ആണ് ഇമാജിനറി ടേം. അതായത് ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആർഗ്യുമെന്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ -1 - i? ഓപ്ഷൻസ് വന്നിരിക്കുന്നത് a 5π/4, b -5π/4, c -3π/4, d none of these. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, -3π/4. അപ്പോൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എന്താ? -1 - i. അത് z ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ z എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ x + iy ആണ്. അതായത് റിയൽ പാർട്ട് x എന്ന് പറയുന്നത് ഇവിടെ -1 ആണ്. ഇമാജിനറി പാർട്ട് y എന്ന് പറയുന്നത് ഇവിടെ -1 ആണ്. ഐയുടെ കോർഡിനേറ്റ് അല്ലേ? നെക്സ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബോത്ത് എക്സ് ആൻഡ് വൈ, അതായത് റിയൽ ആൻഡ് ഇമാജിനറി രണ്ടും നെഗറ്റീവ് ആണ്. ദാറ്റ് മീൻസ് കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റിലാണ് അല്ലേ? ഇപ്പോൾ ക്വാഡ്രന്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് റിയൽ ആൻഡ് ഇമാജിനറി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ രണ്ടും പ്ലസ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ റിയൽ പാർട്ട് പ്ലസ് ആണ്, സോറി റിയൽ പാർട്ട് മൈനസ് ആണ് ആൻഡ് ഇമാജിനറി പാർട്ട് പ്ലസ് തന്നെയാണ്. തേർഡ് ക്വാഡ്രന്റിലാണ് രണ്ടും മൈനസ് ആയിട്ടുള്ളത് അല്ലേ? സോ നമുക്കറിയാം തേർഡ് ക്വാഡ്രന്റിലാണ് ആർഗ്യുമെന്റ്. സോ അതിന്റെ കറസ്പോണ്ടിങ് ആർഗ്യുമെന്റ് ഓഫ് സെറ്റിന്റെ ഫോർമുല വേണം കൺസിഡർ ചെയ്യാൻ. അപ്പൊ ആദ്യം തന്നെ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ ആൻഡ് ഇമാജിനറി ടേംസ് മനസ്സിലാക്കിയിട്ട് അതിന്റെ സൈൻസ് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ഏത് ക്വാഡ്രന്റിലാണ് അതിനെ ബേസ് ചെയ്തിട്ട് ആർഗ്യുമെന്റ് ഫോർമുല യൂസ് ചെയ്യാം. സോ തേർഡ് ക്വാഡ്രന്റിലെ ആർഗ്യുമെന്റ് ഫോർമുല -π + tan 1 y/x ആണ്. സോ -π + tan 1 y എന്ന് പറയുന്നത് -1, x എന്ന് പറയുന്നത് -1. അപ്പോൾ -1/-1 മൈനസ് ക്യാൻസൽ ആവും, 1 ആവും. tan 1 എന്താ? π/4 ആണ്. അപ്പോൾ -π + π/4 ദാറ്റ് ഈസ് -3π/4 ആണ് ആൻസർ. Next question. In a survey, it is to be found that 70% of employees like bananas and 64% like apples. If X person like both bananas and apples, then അതായത് സർവേയിൽ 70% എംപ്ലോയീസിന് ബനാനാസും പിന്നെ 64% ആപ്പിൾസ് ആണ് ഇഷ്ടപ്പെടുന്നത്. ഇത് രണ്ടും കൂടി കോമൺ ആയിട്ട് ബനാനാസ് ആൻഡ് ആപ്പിൾസ് രണ്ടും ഇഷ്ടപ്പെടുന്ന X% ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ റേഞ്ച് ഓഫ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് A x greater than or equal to 34, B x less than or equal to 64, C 34 less than or equal to x less than or equal to 64, D all of these. Correct answer option C ആണ്, 34 less than or equal to x less than or equal to 64. So നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് A എന്ന് പറയുന്നത് എംപ്ലോയീസ് ഹു ലൈക്ക് ബനാനാസ് കൺസിഡർ ചെയ്യാം, B എന്ന് പറയുന്നത് എംപ്ലോയീസ് ഹു ലൈക്ക് ആപ്പിൾസ് കൺസിഡർ ചെയ്യാം. എന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മൾ 100 ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ? കാരണം നമ്മൾ പെർസെൻറ്റേജ് വൈസ് അല്ല നോക്കുന്നത്, ടോട്ടൽ നമ്പർ 100 ആയിട്ട് എടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ n ഓഫ് A എന്ന് പറയുന്നത് എന്താ? 70 ആണ് അല്ലേ? n ഓഫ് A is equal to 70. അതായത് അത് ഈക്വൽ ടു ആണ്
n of a is equal to hyphen ഇട്ടില്ല അതുപോലെ n of a is equal to 70 അതുപോലെ n of b 64. ഓക്കെ, n of u 100. അതായത് നമ്പർ ഓഫ് എംപ്ലോയീസ് ലൈക്കിംഗ് ബനാന ആണ് 70. നെക്സ്റ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് ലൈക്കിംഗ് ആപ്പിൾ ആണ് 64. ഇനി n of u എന്താ? നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയില്ലേ, യൂണിവേഴ്സൽ സെറ്റ് പറയില്ലേ, അപ്പോൾ എല്ലാമാണ് ടോട്ടൽ നമ്പർ ആണ്. അപ്പോൾ അത് പെർസെൻറ്റേജ് വൈസ് വരുമ്പോൾ മാക്സിമം 100 ആണ്. സോ അത് 100 ആണ്. ഇനി നമ്മൾ n of a ഇന്റർസെക്ഷൻ b എന്ന് പറയുന്നത് എന്താ? x ആണ്. ഓക്കെ, n of a ഇന്റർസെക്ഷൻ b എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ നമുക്ക് കാരണം അറിയാം രണ്ടും ബനാനാസും ആപ്പിൾസും രണ്ടും ലൈക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ നമ്പറാണ്. അത് x ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം n of a union b will be less than or equal to 100. ശരിയല്ല, കാരണം മാക്സിമം 100 ആണ്. അപ്പോൾ ഇത് രണ്ട്, അതായത് ഒന്നെങ്കിൽ ബനാനാസ് അല്ലെങ്കിൽ ആപ്പിൾസ് അല്ലെങ്കിൽ ബോത്ത് ആപ്പിൾസ് ആൻഡ് ബനാനാസ്, ഇത് എന്തായാലും എന്തായിരിക്കും, ആ നമ്പർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആയിരിക്കും. സോ n of a union b യുടെ ഫോർമുല എന്താ? n of a plus n of b minus n of a intersection b. അപ്പോൾ ദാറ്റ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. അതായത് ഈ n of a എന്ന് പറയുന്നത് 70 ആണ്, n of b 64 ആണ്, n of a intersection b x ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 70 plus 64 minus x less than or equal to 100. അപ്പോൾ ഇതിൽ നിന്ന് x will be greater than or equal to 34. ജസ്റ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. 70 plus 64 ഉണ്ട്, എന്നിട്ട് ഇതേപോലെ റീഅറേഞ്ച് ചെയ്താൽ മതി. അതായത് മൈനസ് എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, മൈനസ് എക്സിനെ ഇതേപോലെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈനസ് എക്സ് ആർ എച്ച് എസിൽ കൊണ്ടുപോകാം, 100 എന്ന് പറയുന്നത് എൽ എച്ച് എസിൽ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് വാല്യൂസ് എന്താ കിട്ടുക? ഇതേപോലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 34 കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താ? ആപ്പിൾസ് ലൈക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും കോമൺ, അതായത് ബനാനാസ് ആൻഡ് ആപ്പിൾസ് രണ്ടും ലൈക്ക് ചെയ്യുന്നതിൻ്റെ കോമൺ ആയിട്ടുള്ളത് എന്തായാലും ലെസ് ദാൻ ഈക്വൽ ടു ബിയുടെ മാത്രമായിരിക്കും. ശരിയാണല്ലോ? സോ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സും അങ്ങനെ കൺസിഡർ ചെയ്തോടെ n of a intersection b will be less than equal to n of b. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? x will be less than equal to 64. ഇത് x അല്ലേ? n of b എന്ന് പറയുന്നത് 64. അപ്പോൾ x less than equal to 64 കിട്ടി. ഇത് രണ്ടും കമ്പയർ ചെയ്യുക, അതായത് 1ഉം 2ഉം കമ്പയർ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് റേഞ്ച് ഓഫ് വാല്യൂസ് കിട്ടും. 34 less than or equal to x less than equal to 64. Next question. What is the domain and range of the function f of x is equal to square root of 16 minus x square? Options തന്നിരിക്കുന്നത് A എല്ലാം ക്ലോസ്ഡ് ഇന്റർവൽസ് ആണ് തന്നിരിക്കുന്നത് 0 4 0 4, B 0 4 minus 4 4, C minus 4 4 0 4, D minus 4 4 minus 4 4. അതായത് നമുക്ക് ഡൊമെയിനും ചോദിച്ചിട്ടുണ്ട്, റേഞ്ചും ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് സെറ്റ് തന്നിരിക്കുന്നത് ഡൊമെയിനും, നെക്സ്റ്റ് സെമി കോളം കഴിഞ്ഞിട്ട് റേഞ്ച് ആണ് തന്നിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഡൊമെയിൻ എന്ന് പറയുന്നത് -4 4ഉം റേഞ്ച് എന്ന് പറയുന്നത് 0 4. നമുക്ക് നോക്കാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് റൂട്ട് ഓഫ് 60 മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ? ഇപ്പോൾ ഡൊമെയിൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യണം. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് 60 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0ൽ നമ്മൾ ആ സ്ക്വയർ റൂട്ട് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ 16 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈ എക്സ് സ്ക്വയറിനെ ആർ എച്ച് എസിൽ കൊണ്ടുപോകും. അപ്പോൾ 16 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ കിട്ടും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു 16. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടില്ലേ വാല്യൂസ്? ഈ ലെസ് ദാൻ ഈക്വൽ ടു 16 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്ലസ് ഓർ മൈനസ് വാല്യൂസ് കിട്ടും. എക്സ് സ്ക്വയർ ആണ് 16 ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് എന്തായിരിക്കും? 4 ആയിട്ട്. സോ -4 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് ഡൊമെയിൻ കിട്ടി. ഈക്വൽ ടു ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ക്ലോസ്ഡ് ഇന്റർവൽസ് കൺസിഡർ ചെയ്യണം. ക്ലോസ്ഡ് ഇന്റർവൽ -4 4. ഇനി റേഞ്ച് കണ്ടുപിടിക്കണം. റേഞ്ച് കണ്ടുപിടിക്കാൻ ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷന്റെ വാല്യൂ മാക്സിമം ആവുന്നത് എപ്പോഴാണ് നോക്കാം? എക്സ് 0 ആകുമ്പോൾ ആണോ? അതായത് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 16 റൂട്ട് ഓഫ് 60 മൈനസ് എക്സ് സ്ക്വയർ, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്താ കിട്ടുക? റൂട്ട് 16. അപ്പോൾ തന്നെ എന്തായാലും മാക്സിമം വാല്യൂ കിട്ടുക റൂട്ട് 64. അതായിരിക്കും ഈ ഫംഗ്ഷന് മാക്സിമം വാല്യൂ. അപ്പോൾ എക്സിന് 0 കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് 0, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 മൈനസ് എക്സ് സ്ക്വയർ. ഈ എക്സ് 0 ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടേം നെഗ്ലക്റ്റഡ് ആവുക. സോ റൂട്ട് 16 ദാറ്റ് ഇസ് 4 ആണ് മാക്സിമം വാല്യൂ ഫംഗ്ഷൻ.
ക്ലിയർ ആയല്ലോ? അതായത് എക്സിന് 0 കൊടുക്കുമ്പോഴാണ് ഈ മാക്സിമം വാല്യൂ കിട്ടുക. അപ്പോൾ എഫ് ഓഫ് 0 4 കിട്ടി. ഇനി എപ്പോഴാണ് എഫ് ഓഫ് എക്സ് മിനിമം ആവുന്നത്? അതായത് എക്സ് ഇക്വൽ ടു 4. ഇപ്പോൾ നമ്മൾ ശരിക്കും ഈ 16 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ടേം കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ 16 മൈനസ് 16 തന്നെ കിട്ടും. അതായത് 0 ആണ് കിട്ടുക. അപ്പോൾ ഫംഗ്ഷൻ ഏറ്റവും മിനിമം വാല്യൂ ആണ് കിട്ടുക. ദാറ്റ് മീൻസ് റേഞ്ച് എന്താ കിട്ടിയത്? 0, 4 ആണ് ആൻസർ. ഓക്കെ, താങ്ക് യു.